ഉണ്ട് ഓപ്പണിംഗ് സീനിൽ ഗോക്കു അവനാണെങ്കിൽ അവന്റെ സ്പെഷ്യൽ എബിലിറ്റി ഫയർ പവർ അത് ഉപയോഗിച്ചുകൊണ്ട് നിർത്താതെ ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും അവന് കട്ട സപ്പോർട്ട് കൊടുക്കും. അപ്പനാണെങ്കിൽ വിളിച്ചു പറയും, ഗോക്കു അങ്ങനെ തന്നെ, ഒരു കാരണവശാലും അവനെ വെറുതെ വിടാനായിട്ട് പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് അവൻ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്ക്. എല്ലാവരുടെയും ഊർജ്ജം ഗോകുലേക്ക് വന്ന് അവൻ നോൺ സ്റ്റോപ്പായി ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ആ ഒരു അറ്റാക്ക് എല്ലാം വാങ്ങിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം ഉച്ചത്തിൽ നിലവിളിച്ച് അവനാണെങ്കിൽ അവന് ചുറ്റും ഒരു കവചം തീർത്ത് അവനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ അവനെ സേഫ് ആക്കി ഇപ്പൊ ഗോകുവിനോട് പറയും, വാവ്, നീ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു ഗോകു, പക്ഷേ നിനക്ക് ഇതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒരപ്പാപ്പനും അമ്മച്ചിയും അവർ രണ്ടുപേരും ഗോകുവിന്റെ പെർഫോമൻസ് കാണുകയാണ്. ആ അപ്പാപ്പനാണെങ്കിൽ ആ അമ്മച്ചിയോട് പറയും, ഇത് ചീച്ചിയുടെ ഹസ്ബൻഡാണ്. കട്ട് ചെയ്ത ഇവിടെ ബുൽമയും മാസ്റ്റർ റോഷിയും അവരാണെങ്കിൽ ആകാംക്ഷയോട് കൂടെ ആ മത്സരത്തെ നോക്കിക്കാണും. മാസ്റ്റർ ആണെങ്കിൽ ബുൽമയോട് പറയും, നീ ഒരുപാട് പ്രതീക്ഷകൾ വെക്കേണ്ട കാര്യമില്ല, ആ മോൺസ്റ്ററിന്റെ പവർ വളരെ കൂടുതലാണ്. ഒരു പറഞ്ഞത് ഓർമ്മയില്ലേ, ആ മോൺസ്റ്റർ അവനൊരു ഇമ്മോർട്ടലാണ്, അവൻ അത്ര എളുപ്പത്തിൽ ആർക്കും തന്നെ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഇവിടെ ചീച്ചി ആണെങ്കിൽ അടിച്ചു പറയും, ഗോകു അവനെ ഒരു കാരണവശാലും വിടാനായിട്ട് പാടില്ല, അവനെ നശിപ്പിച്ചു കളയണം. കട്ട് ചെയ്താ ഇവിടെ ഗോകുവും ആ മോൺസ്റ്ററും അവർ രണ്ടുപേരും ഇപ്പൊ ആകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ കളിയാക്കും, എന്തുപറ്റി, നിന്റെ പവർ മുഴുവൻ ട്രെയിനായി പോയി, നീ ഇപ്പോ ഒരു കല്ല് പോലെ ആയിരിക്കുകയാണല്ലോ, ഓടിപ്പോയി നീ ആ സെൻസ് ബീൻ പയർ കഴിക്കേ, അങ്ങനെയാണെങ്കിൽ നിനക്ക് വീണ്ടും എനർജി കിട്ടും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനോട് പറയും, കമോൺ കമോൺ, ഒന്നും നോക്കി നിൽക്കാനില്ല, ആ സെൻസ് ബീൻ പയർ അത് ഗോകുവിന് ഇട്ട് കൊടുക്ക്, അവൻ ബാക്ക് ടു നോർമലായി മാത്രമേ നമുക്കും എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. പക്ഷെ മൊട്ടപ്പനും വജീറ്റയും പിക്കലോയും ഗോഹാനും അവരാണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇടാതെ ഗോകുവിനെ തന്നെ നോക്കുകയാണ്. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ മൊട്ടപ്പനെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. അത് കേട്ട് ഈറ്റയുടെ കൺട്രോൾ പോയി അവൻ ദേഷ്യപ്പെട്ടു പറയും, നിനക്ക് ഇപ്രകാരം പറയാൻ നാണമില്ലേ, കാക്കറോട്ട് ആരോടും സഹായം ചോദിച്ചിട്ടില്ല, ഇത് അവന്റെ പോരാട്ടമാണ്, അത് അവൻ തന്നെ അവസാനിപ്പിക്കും. ഗോകു അവൻ ഈ ലോകത്തെ രക്ഷിക്കാൻ പോരാടുകയാണെന്നാണോ നീ കരുതിയത്? ഒരിക്കലുമല്ല, അവൻ അവന്റെ പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇപ്രകാരം പോരാടുന്നത്. അത് കേട്ട് സൂപ്പർ ഹീറോ പയ്യൻ പറയും, അയ്യോ ഇല്ല, ഒരിക്കലും അത്തരത്തിൽ പോരാടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഗോകുവിന്റെ പവറിന് അത്രയും എന്റെ പവർ ലെവൽ ഇല്ല. പക്ഷേ ഒന്നെനിക്ക് നന്നായിട്ട് മനസ്സിലായി, ആ മോൺസ്റ്ററിന് ഗോകുവിനെ കഴിഞ്ഞു ഇരട്ടി പവറുണ്ട്. അതുകൊണ്ട് തന്നെ ഗോകുവിനെ കൊണ്ട് അവനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. ഉടനെ സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, സോ നമ്മളിങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കണം എന്നാണോ നിങ്ങൾ പറയണേ? അതിനാള് പറയും, നീയല്ലേ പറഞ്ഞത് ഗോകു കൺട്രോൾ ചെയ്ത് ഒരുപാട് പവർ വെച്ചിട്ടുണ്ട് എന്ന്, സോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ വിശ്വസിക്കാം. മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഓക്കെ, നിനക്കിപ്പോ ഞാൻ വീണ്ടും സമയം തരുകയാണ്, നിന്നെ പോലെ പവർ ഇല്ലാത്ത ഒരാളോട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, വേഗം പോയി ആ സെൻസ് ബീൻ പയർ അത് കഴിച്ചിട്ട് വാ. ഉടനെ ഗോകു ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. അതിനുശേഷം അവന്റെ പവർ അത് കുറച്ച് നോർമൽ മോഡിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ അവനോട് പറയും, ഓക്കെ, ഞാൻ തോൽവി സമ്മതിക്കുകയാണ്, ഫൈറ്റ് ചെയ്യാൻ ഇനി എനിക്ക് താല്പര്യമില്ല, ഞാൻ ഗിവ് അപ്പ് ചെയ്യുന്നു. ഗോകുവിന്റെ വാക്കുകൾ കേട്ട് ആ മോൺസ്റ്ററും നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ടും ഇപ്പൊ വണ്ടറടിക്കും, ഷോക്കാവും. ഒൽമയാണെങ്കിൽ കലി കയറി ആ ടേബിളിൽ ആഞ്ഞടിക്കും. അവൻ വിട്ടുകൊടുക്കാൻ പോവുകയാണെന്നോ? എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇന്നുവരെ അവനവന്റെ പോരാട്ടത്തില് കൊടുത്തിട്ടില്ല. ഇതൊരു പക്ഷേ ഗോകു ആയിരിക്കില്ലേ എന്ന് അവൾ ചിന്തിക്കും. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, എനിക്ക് അത്ഭുതം തോന്നുന്നു, നീ ശരിക്കും ഇതിൽ പിന്മാറുകയാണോ? ഇവിടെ ഗോകു ആണെങ്കിൽ തീർത്തു പറയും, അതെ, ഞാൻ ഈ പോരാട്ടം അത് അവസാനിപ്പിക്കുകയാണ്, പക്ഷേ അതെന്റെ മാത്രം അവസാനിപ്പിക്കലാണ്. ആ ആങ്കർ ആണെങ്കിൽ ഇത് കേട്ട് എന്റെ വീഡിയോഗ്രാഫറിനോട് ഇപ്പൊ ഗോകു എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കും. അതിനവൻ പറയും, അവൻ ആ പോരാട്ടം നിർത്തിയെന്നാണ് ഇപ്പോ പറഞ്ഞത്. ഇവിടെ ഗോകു ആണെങ്കിൽ അവനോട് പറയും, ഞാൻ മാത്രമാണ് എന്റെ പോരാട്ടം നിന്നോട് അവസാനിപ്പിച്ചത്, ഇനിയും പോരാടാൻ ആളുകൾ ബാക്കിയുണ്ട്. അത് കേട്ട് ആ മോൺസ്റ്റർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കും, എന്നോട് പോരാടാൻ ധൈര്യമുള്ള ആരാണ് നിന്റെ കൂട്ടത്തിൽ ഇനി ബാക്കിയുള്ളത്? മോൺസ്റ്റർ ആണെങ്കിൽ അടുത്തത് ആരെന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ ഇവിടെ ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, അടുത്തത് മറ്റാരുമല്ല, സാക്ഷാൽ സൈറ്റൻ. ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? അത് കേട്ട് ഇപ്പൊ അവൻ ഞെട്ടുകയാണ്. അവനാണെങ്കിൽ ആദ്യം ഹായ് ആയിട്ട് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ അവസരത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അവനെ ഞാൻ ഡിഫീറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അടുത്ത നിമിഷം അവൻ വയറിലങ്ങനെ ഞെക്കിപ്പിടിച്ച്, അയ്യോ എനിക്ക് വയറുവേദന എടുക്കുന്നു, അല്പസമയം കൂടെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് കുറച്ചും കൂടെ സമയം തരുവാണെങ്കിൽ അവനെ ഞാൻ വായിലിട്ട് കടിച്ച് ചവച്ച് തുപ്പുന്നൊക്കെ പറഞ്ഞ് വീണ്ടും തള്ളി മറിക്കുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ അവനോട് ചോദിക്കും, നീ അടുത്ത മത്സരത്തിന് തയ്യാറാണോ? അതിനാ മോൺസ്റ്റർ പറയും, ഞാൻ തയ്യാറാണ്, ആരെ വേണമെങ്കിലും നിനക്ക് ഇവിടേക്ക് പറഞ്ഞയക്കാം. വജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഓ നോ, വിഡ്ഢിയായ കാക്കറോട്ട് അവൻ എന്താണ് ഈ പറയുന്നത്? മോൺസ്റ്ററിനെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാനായിട്ട് ആർക്കും കഴിയില്ല. ഇവിടെ ഗോകു ആണെങ്കിൽ തീർത്തു പറയും, നിന്റെ പവർ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, നിന്നെ കഴിഞ്ഞും പവറുള്ള, നിന്നെ തോൽപ്പിക്കാൻ കഴിവുള്ള ആ ഒരുത്തൻ അവൻ ഇവിടേക്ക് വരാൻ പോവാണ്, അവനെ നേരിടാനും തോൽവി ഏറ്റുവാങ്ങാനും നീ തയ്യാറല്ലേ? അത് കേട്ട മോൺസ്റ്റർ ആണെങ്കിൽ കൂടുതൽ ടെററായിട്ട് നിൽക്കും. ഇവിടെ സാറ്റിനാണെങ്കിൽ വയറ്റിൽ കൈ കൊടുക്കും.
ഓ നോ, അവൻ പറയാൻ പോകുന്നത് എന്റെ പേര് തന്നെയായിരിക്കും. ഹേ കുട്ടി, നീ എത്രയും വേഗം പോയി അവനോട് പറ ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്ന്. എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട്. ഞാൻ രാവിലെ കഴിച്ച ആ പച്ചമുട്ട അതൊട്ടും എന്റെ വയറ്റിന് പിടിച്ചിട്ടില്ല, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് പറയും. ഇവിടെ ഗോക്കു ആണെങ്കിൽ ബമ്പ ഹൈപ്പൊക്കെ കൊടുത്ത് അങ്ങനെ ആ മോൺസ്റ്ററിനെ നോക്കി നിൽക്കും. നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. ഗോക്കു ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഗോഹാനെ നോക്കും. ഗോഹാൻ, ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക അത് നിന്നെ കൊണ്ട് മാത്രമായിരിക്കും. അത് കേട്ട് ഗോഹാൻ ഞെട്ടും. വെജീറ്റ ആണെങ്കിൽ വണ്ടർ അടിക്കും. ഇവിടെ പിക്കലോ അവനാണെങ്കിൽ പല്ല് കടിച്ച് ഇപ്പൊ ഗോകുവിനെ തന്നെ നോക്കും. ഇവൻ എന്താ ഉദ്ദേശിക്കണേ? സ്വന്തം മകനെ തന്നെ ഇവൻ ബലി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണോ? ഇത് വലിയ ദുരന്തത്തിൽ തന്നെയായിരിക്കും കലാശിക്കുക. ഇവിടെ ചീച്ചയാണെങ്കിൽ TV പൊക്കിയെടുക്കും. ഗോകു, അവൻ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മകനെ ആ മോൺസ്റ്ററിന് മുൻപിലേക്ക് ഇട്ടുകൊടുക്കും. ഒരു കാരണവശാലും ഞാൻ ഇതിനെ അനുവദിക്കില്ല. ഓൾറെഡി ആ ഭ്രാന്തൻ ഗോകുവിനോട് പറഞ്ഞതാണ് എന്റെ മകനെ ഫൈറ്റിലേക്ക് ഇറക്കി വിടാൻ പാടില്ല എന്ന്. എന്നിട്ട് അവൻ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മകനോട് ഇപ്രകാരം ചെയ്യും. ഇത് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് അവൾ ബഹളം വെക്കും. ഓക്സ് കിങ് ആണെങ്കിൽ കഷ്ടപ്പെട്ട് അവളെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവളാണെങ്കിൽ കൺട്രോൾ പോയി അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ ഫ്ലൈ ചെയ്ത് ഇപ്പൊ ഗോഹാന്റെ അടുത്തേക്ക് വരും. ഗോഹാൻ, നീ ഇതിന് തയ്യാറല്ലേ? ഗോഹാൻ ആണെങ്കിൽ അല്പം സംശയിക്കും. എന്നെക്കൊണ്ട് അതിന് കഴിയോ? പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ. ശരിയാണ്, ഗോഹാൻ പവറുണ്ട് എന്ന് വെച്ച് അത്രയും വലിയ മോൺസ്റ്ററിനെ തകർക്കാനൊന്നും അവനെ കൊണ്ട് കഴിയില്ല. അവൻ എപ്പോഴും ഒരു കൊച്ചുകുട്ടിയാണ്, ആ കാര്യം നീ മറക്കാനായിട്ട് പാടില്ല. അതിന് ഗോകു ആണെങ്കിൽ അവരോട് പ്രോമിസ് ചെയ്ത് പറയും, ഗോഹാന്റെ ശരിക്കുള്ള പവർ എനിക്ക് നന്നായിട്ട് അറിയാം. അത് ആ ചേംബറിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിയതാണ്. മാത്രമല്ല, ഗോഹാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളോടൊപ്പം ഫൈറ്റ് ചെയ്ത് ആ വില്ലന്മാരെ വിരട്ടി ഓടിച്ചത് നിങ്ങൾ മറന്നുപോയോ? എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇവന്റെ പകുതി പവർ പോലും ഉണ്ടായിരുന്നില്ല. സോ ഉള്ളിലെ പവർ വെച്ച് സെല്ലിനെ തകർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് കേട്ട് മൊട്ടപ്പം പറയും, എന്നെ കൊണ്ട് അത് തോന്നുന്നില്ല. അവനൊരു കൊച്ചുകുട്ടിയാണ്, അവന് ഒരിക്കലും ആ മോൺസ്റ്ററിന് മുമ്പിലേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായവും. ബാക്കിയുള്ളവരും അത് തന്നെ ശരിവെക്കും. ഗോകു ആണെങ്കിൽ ഗോഹാനെ തന്നെ നോക്കും. ഇപ്പോൾ ടൈം ചേംബറിൽ വെച്ച് ഞാൻ ഗോഹാന്റെ ശക്തി കണ്ടതാണ്. ഗോഹാൻ, നീ ഇതിന് തയ്യാറാണോ? നിനക്ക് അവന് ഭയമുണ്ടോ? അതിന് ഗോഹാൻ പറയും, എനിക്കറിയില്ല. പക്ഷേ അച്ഛൻ എന്റെ മേൽ വിശ്വാസം ഉള്ളിടത്തോളം കാലം എനിക്കും അതിൽ വിശ്വാസമുണ്ട്. ഞാൻ എന്റെ മാക്സിമം കൊടുത്ത് ഫൈറ്റ് ചെയ്യും. അത് കേട്ട് ഇപ്പൊ പിക്കലോ ആണെങ്കിൽ ഗോഹാനോട് ചോദിക്കും, ഗോഹാൻ, ഇത് സത്യമാണോ? അതിന് ഗോഹാൻ പറയും, അതെ. ഗോഹാൻ ആണെങ്കിൽ ഞാനിതിന് തയ്യാറാണെന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങും. അത് കണ്ട് ഇവിടെ ആങ്കറും ക്യാമറാമാനും അവർ രണ്ടുപേരും ഞെട്ടും. ഇത്തവണ സെല്ലിനെ എതിർക്കാനായിട്ട് ഒരു ചെറിയ കുട്ടിയാണ് ത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവന്റെ പേര് ഗോഹാൻ. ഇവിടെ ഗോകു ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, നിന്റെ കയ്യിലല്ലേ ആ സെൻസ് ബീൻസ് ഉള്ളത്, അതെനിക്ക് താ. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ അതിപ്പോ ഗോകുവിന്റെ കയ്യിലേക്ക് കൊടുക്കും. ഗോകു അത് വലിച്ച് മോൺസ്റ്ററിന് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് സെൻസ് ബീൻ. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ നഷ്ടപ്പെട്ട പവർ റീഗെയിൻ ചെയ്യാനായിട്ട് കഴിയും. മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് തലയ്ക്ക് കൈ കൊടുക്കും. നീ എന്തായി ചെയ്യുന്നത്? അത് നമുക്ക് ആവശ്യമുള്ള സെൻസ് ബീൻ അല്ലേ? അത് അവന് കൊടുത്താൽ അവന്റെ പവർ വർദ്ധിക്കില്ലേ? അതിന് ഗോകു സിമ്പിൾ ആയിട്ട് പറയും, അതിനുവേണ്ടി തന്നെയാണ് ഞാനത് അവന് കൊടുത്തത്. അവന്റെ പവർ അത് വർദ്ധിക്കണം. അവന്റെ ഫുൾ പവറിൽ തന്നെ ഗോഹാനുമായിട്ട് ഏറ്റുമുട്ടണം. മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ ചെയ്തത് ശരിക്കും വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഇത് ചെയ്തതിന് നീ തീർച്ചയായിട്ടും അനുഭവിക്കുമെന്ന് പറഞ്ഞ് അവനത് കഴിക്കും. അടുത്ത നിമിഷം അവന്റെ ശക്തി റീഗെയിൻ ചെയ്യും. അവനാണെങ്കിൽ എന്റെ ഫുൾ സ്ട്രെങ്ത് അതങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇവിടെ പിക്കലോയും ഒക്കെയുള്ളവർ എല്ലാവരും തലയ്ക്ക് കൈ കൊടുക്കും. അടുത്ത നിമിഷം ഒപ്പനാണെങ്കിൽ അവന്റെ പവറും പുറത്തേക്ക് റിലീസ് ചെയ്ത് ഇപ്പൊ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ കട്ടയ്ക്ക് നിൽക്കും. ഈച്ചാണെങ്കിൽ ഗോഹാന്റെ പവർ കണ്ട് ഞെട്ടും. ഓ നോ, ഇവൻ എപ്പോഴാണ് ഇത്രയും സ്ട്രോങ് ആയി മാറിയത്? ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഗോഹാനെ നോക്കി പറയും, ഞാൻ പ്രതീക്ഷിച്ചു നിനക്ക് ഒത്തിരി പവർ ഉണ്ടാവുമെന്ന്. ഞാൻ പ്രതീക്ഷിച്ചത്ര പവറൊന്നും നിനക്കില്ല. അവരോട് പോരാടാൻ എനിക്ക് ഒരുപാട് ശക്തിയുടെ ഒന്നും ആവശ്യമില്ല. നിന്റെ ധൈര്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മിസ്റ്റർ ഗോഹാൻ. അതുകൊണ്ട് തന്നെ നിനക്കൊരല്പം ദയ ഞാൻ കാണിക്കാം. നിന്നെ അധികം വേദനയില്ലാതെ ഞാൻ കൊന്നു തള്ളാം. അടുത്ത നിമിഷം അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടികിട്ടി ബഹളം. മൊട്ടപ്പനും ഗോകുവും അവരെല്ലാവരും ഇപ്പൊ ഗോഹാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോഹാനോട് പറയും, വാവ്, ഞാൻ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞും പവർ നിനക്കുണ്ട്. പക്ഷേ എന്റെ പൂർണ്ണമായ വേഗത അന്ന് ഇപ്പോഴാണ് കാണാൻ പോകുന്നെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഞൊടിയടയിൽ ഗോഹാന്റെ അടുത്തേക്ക് വന്ന് അവനെ പിടിച്ചു വലിച്ച് മുഖത്ത് അറഞ്ചും പുറഞ്ചും പഞ്ച് ചെയ്യും. ചീച്ചിക്കാണെങ്കിൽ അതുകൊണ്ട് സഹിക്കാൻ കഴിയില്ല. അവളാണെങ്കിൽ എന്റെ മകനെ ആരെങ്കിലും തിരികെ കൊണ്ടുപോയോന്ന് പറഞ്ഞ് ആ TV പൊക്കി അങ്ങനെ വട്ടം കറങ്ങും. ഇവിടെ ഗോകു ആണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ആയിട്ട് നിൽക്കുകയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ അവനെ അറഞ്ച പുറഞ്ച ഇട്ടിച്ച് അവനെ ചവിട്ടി താഴെയിടും. ഗോഹാൻ ആണെങ്കിൽ ചോര ഒലിപ്പിച്ച് ഇപ്പൊ എഴുന്നേൽക്കും. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.